ഈ 2 അരിഷ്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലം ഭയങ്കരമായിട്ട് ഡിപ്രഷനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും ഞാൻ കടന്നുപോയ അവസ്ഥകളെയൊക്കെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ 4 മാസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളടുത്ത് മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ മരുന്ന് കഴിച്ച് ഇനി ഡോക്ടർ അത് കഴിക്കണ്ടെന്ന് പറഞ്ഞ് നിർത്തിയ ഒരു സമയത്താണ് ഞാൻ ആ ഒരു വീഡിയോ ഞാൻ കഴിച്ചുകൊണ്ട് ലാസ്റ്റ് സ്റ്റേജിലാണ് ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു മരുന്ന് നിർത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്കെൻ്റെ എനർജി ലോസ് വരുന്നുണ്ടോ, എനിക്ക് അങ്ങനെ ഒരു ഫീൽ വന്നതിന് ശേഷം ഇനിയും ആ ഒരു മരുന്ന് കണ്ടിന്യൂ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട്, കാരണം ഡോക്ടർ ഓക്കെ പറഞ്ഞതല്ല, അപ്പോൾ ഇനി അത് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ആയുർവേദ കടയിൽ വൈദ്യശാലയിൽ പോയിട്ട് സംസാരിച്ചു. അപ്പോൾ എനിക്ക് വൈദ്യർ കുറച്ച് മരുന്ന് തന്നു. അപ്പോൾ അത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ മരുന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണമെന്ന് വിചാരിച്ചു. അത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ചെയ്ത വൈറ്റമിൻ ഡിൻ്റെ വീഡിയോൻ്റെ താഴെ ഒരുപാട് പേര് ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടെന്ന് മനസ്സിലായി. ഇന്ത്യയിൽ 80 to 90% ആളുകൾക്ക് ഇതുണ്ട് എന്നാണ് ഇപ്പോൾ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു മരുന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ നേരെ പോയി ഇത് വാങ്ങി കഴിക്കരുത്. നിങ്ങൾ വൈദ്യരുടെ അടുത്താണെങ്കിലും ആയുർവേദ ഡോക്ടറുടെ അടുത്താണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രം ഇത് വാങ്ങി കഴിക്കുക. അതുപോലെ തന്നെ ഇത് കഴിച്ചാൽ 100% റിസൾട്ട് ഉണ്ട് എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഓരോരുത്തരുടെ ബോഡി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് കഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ മരുന്നുകൾ കാണിച്ചു തരാം. ഇതാട്ടോ, ഈ 2 അരിഷ്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാനിത് കംപ്ലീറ്റ് കഴിച്ചതിന് ശേഷമാണ് നിങ്ങളടുത്ത് പറയുന്നത്, വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് കഴിച്ച് എനിക്കിത് ഭയങ്കര റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് മൊത്തത്തിൽ ഭയങ്കര മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയി, ബോഡിയൊക്കെ ഒന്ന് സെറ്റായ പോലെ തോന്നിയിട്ടു. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. 1 ദശമൂലാരിഷ്ടാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫിലിം ഡയലോഗൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും. ദശമൂലാരിഷ്ടാണ്. പിന്നെ ഇത് രക്തരഞ്ജിനി എന്ന് പറയുന്ന ഒരു അരിഷ്ടമാണ്. ഇത് രാത്രിയും ഭക്ഷണത്തിന് ശേഷം രാവിലെ 8 മണിക്കാണ് ഈ ദശമൂലാരിഷ്ടം കഴിക്കാനുണ്ടായിരുന്നത്. രക്തരഞ്ജിനി എന്ന് പറയുന്നത് പകൽ 11 മണിക്ക് 3 സ്പൂൺ കഴിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ ബാക്കിയുണ്ട്, മറ്റത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതാ ഇങ്ങനെ ഒരു ലേഹം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ലേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ശോണിതാമൃത കേട്ടോ. ഇത് കുറച്ചുകൂടെ ഉണ്ട്, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 നല്ല ടേസ്റ്റും ഉണ്ട്. എനിക്ക് പൊതുവേ ഇങ്ങനെ ഈ ആയുർവേദ മരുന്നുകൾ ഇഷ്ടമാണ്. ഇതിൽ കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ, കഴിക്കാൻ കുറച്ചുകൂടെ ഉണ്ട്, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഈ വൈറ്റമിൻ ഡി ടാബ്ലറ്റൊക്കെ എടുത്ത് അത് ഓക്കെ ചെക്ക് ചെയ്ത് റിസൾട്ടൊക്കെ ഓക്കെയാണ്, നിങ്ങൾക്ക് ആ ഒരു അളവിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് ആ ഒരു ക്ഷീണം വിട്ടു പോകുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സ് വിട്ടു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ആയുർവേദ കടകളിൽ പോയിട്ടൊന്ന് സംസാരിച്ചാൽ നല്ല മരുന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. നല്ല കടകളിൽ പോയിട്ട്, ഞാൻ എൻ്റെ നാട്ടിലുള്ള ഒരു സജി ആയുർവേദശാല ഉണ്ട്, അവിടെ പോയിട്ട് ഞങ്ങൾ എന്താവശ്യത്തിനും അവിടെ പോവൽ. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ടാബ്ലറ്റ് എടുക്കരുത് എന്നല്ല പറയുന്നത്, എടുത്ത് ഒക്കെ സെറ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു പഴയ ഒരു എനർജി കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്.